എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കിഴി റിയാക്ഷനാണ്. അമൽ ഡേവിസ് ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന സിനിമയിൽ. ഗോട്ടലെ ഗംഭീരമായിട്ടുള്ള ട്രോളുകളാണ്. ട്രോളിന് വേണ്ടി എനിക്ക് തോന്നുന്നു വെങ്കട് പ്രഭു ഇത് ട്രോളാൻ വേണ്ടിയിട്ടുണ്ടാക്കി ഇറക്കിയതാണോ? എനിക്ക് തോന്നുന്നതെന്നറിയാമോ, വെങ്കട് പ്രഭു കട്ട അജിത് ഫാനാണ്. അപ്പോൾ ഫോർ മൈ ബോയ് മനസ്സിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യിപ്പിച്ചേക്കണേ. ഇതിനു മുൻപ് മാസം കൊണ്ടുവന്നു, സൂര്യനെ കൊടുത്തിട്ട് സൂര്യക്ക് നല്ലൊരു പണി കൊടുത്തു, വിജയിനെ കൊണ്ടിരുന്നു, നല്ലൊരു പണി കൊടുക്കുന്നു. അല്ലെങ്കിൽ വെങ്കട് പ്രഭു നല്ലൊരു മനുഷ്യനാണ്. അതായത് എല്ലാവരോടും സ്നേഹമുണ്ട്. ഒരുപാട് ജനങ്ങൾ നമ്മുടെ വിജയ് ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ആളുടെ സിനിമകളൊക്കെ വളരെ കുറവായിരിക്കും, 1 or 2 ഇനി പുറത്തു വരുള്ളൂ. അപ്പോൾ ആളുടെ സിനിമകൾ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പോൾ ജനങ്ങൾ വേദനിക്കാതിരിക്കാൻ ഇങ്ങനത്തെ ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ ഇനി വിജയ് ഇങ്ങനെയാണെങ്കിൽ ചെയ്യാതിരിക്കുകയാണ് നല്ലത് എന്ന് തോന്നിപ്പിച്ചിട്ട് നിർത്തിപ്പിക്കാനേ. ശരിക്കും എന്താണ് ചെയ്തു വെച്ചേക്കുന്നത്, ലുക്കിൽ കൊണ്ടുവന്നിരിക്കുന്ന ഓരോ കാര്യങ്ങള്. പക്ഷെ എനിക്കിപ്പോഴും പ്രതീക്ഷ ഉണ്ട്, സിനിമയിൽ എനിക്ക് പ്രതീക്ഷ ഉണ്ട്. ഉള്ള കാര്യം പറയാലോ, ഉണ്ടായിരുന്ന പ്രതീക്ഷ കൂടെ പോയി. പക്ഷെ ആ ലുക്ക് നമ്മൾ തിയേറ്ററിൽ എങ്ങനെ സഹിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ആ ലുക്കിൽ ആളുടെ പെർഫോമൻസ് നല്ല വെറുപ്പിലായിരിക്കാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഇതിൻ്റെ ഗ്ലിംസ് വീഡിയോ കണ്ടപ്പോൾ കുറച്ച് നേരത്തിന് വന്നു പോകുന്ന ക്യാരക്ടറായിട്ടല്ല ഈ യങ്ങർ ലുക്ക്. അതൊരു സത്യമാണ്. അല്ലെങ്കിൽ കുറച്ചു നേരം ആയിരിക്കൂല ഫസ്റ്റ് ലുക്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രാധാന്യത്തോടെ രണ്ടാളും കാണിക്കൂല. ഇനി അതുമല്ല, ഒരു നായികനെ അതിനുവേണ്ടി കൊടുക്കൂല. പെട്ടെന്ന് ഒരു കാമ്യോ, അതെ, ആൾക്ക് വേണ്ടി ഒരു നായികനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു സോങ് ഒരു സോങ് പോലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു സോങ് പ്രത്യേകിച്ച് എന്തുമാത്രം സ്പേസ് ആൾക്കുണ്ടാവും. ആ സ്പേസിൽ ഈ രൂപം കാണണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഇന്നലെ റിയാക്ഷൻ ചെയ്ത സമയത്തേ പണി പാളിയോ എന്ന് ചോദിച്ചപ്പോഴേ അതിന് ആ ഒരു പാളി വന്ന ചോദ്യത്തിന് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, പാളി റഫു എന്നുള്ള. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാട്ടോ, പാളി വന്നൊരു ചോദ്യം ഉണ്ട്. പേടി നല്ലൊരു കാര്യമാണ് ആ പേടി ഉള്ളിൽ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇത് പാളും. അയ്യോ അങ്ങനെ പറയരുത്. അല്ല, പാളെന്ന് പറഞ്ഞത് ഈ രൂപം, ഈ കോലം ഇങ്ങനെയല്ലേ പണി വെച്ചിരിക്കുന്നത്. മറ്റേ വയസ്സായിട്ടുള്ള ക്യാരക്ടറിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്. അത് 100% നമ്മൾ ഓക്കെയാണ്. കാരണം ആ ലുക്കിൽ നമ്മൾ ലിയോയി കണ്ടതാണ്. ആളുടെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുള്ള ആ ലുക്ക് നമുക്ക് ആ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയാണ്. വിജയുടെ ഏറ്റവും റഫ് ആയിട്ടുള്ള ലുക്കാണത്. അത് ഭയങ്കരമായിട്ട് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ലുക്ക് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല രസമാണ്, അത് ചെയ്യും. അപ്പോൾ ആ ലുക്കിന്ന് ഈ ലുക്കിലേക്ക് മാറി വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. അതാണെങ്കിലോ നല്ല വെടിപ്പായിട്ടല്ല ചെയ്തിട്ടുള്ളത്. ഈ ഒരു സോങ്ങില് ഒരു കാര്യം ഇനി പറയാം. ഈ 4 minute 10 second സോങ്ങില് ഒരു സീനില് ആ ഒരു ഡാൻസിന്റെ സ്റ്റൈൽ ഇതിൽ മാത്രമേ നമ്മൾ വിജയനെ കണ്ടിട്ടുള്ളൂ. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് 4 minute നമ്മൾ കണ്ടിട്ടില്ല ആളെ. ഈ ഒരു 5-6 second കണ്ടിട്ട് പോലും അത്രയ്ക്കും ബോറാണ്. അപ്പം ഈ ആളുടെ ക്യാരക്ടർ സിനിമയിൽ അത്രയും വരുമ്പം എന്തായിരിക്കും അവസ്ഥ? ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? അതായത് യങ് ലുക്കാക്കാന് എനിക്ക് ഇന്ത്യൻ സിനിമയിൽ ഇത്രയും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളില്ല ഏത് യങ് ലുക്കിലേക്ക് കൊണ്ടുവരാൻ. നേരെ പക്ക ഒന്ന് ഡ്രിം ചെയ്ത് മുടിയൊക്കെ അതിൻ്റെതായ ലെവലിലേക്ക് ആക്കിയിട്ട് നേരെ കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട് കൊണ്ടുവരുത്താൻ പറ്റും. അതാ പറഞ്ഞത്, നമ്മളിപ്പോ മറ്റേ ലിയോയിലുള്ള 2ാമത്തെ ലുക്കില്ല, അത് എന്തൊരു ലുക്കാ, കിട്ടില്ല ലുക്കല്ലേ ലിയോയിൽ. അതെ, ആ ചെറുപ്പമായിട്ട് കാണിക്കുന്നതിനകത്തുള്ള അതേപോലത്തെ ലുക്ക് പോരെ. ഇത് അതിന് വേണ്ടിയിട്ട് ഈ ചെയ്തതിന്റെ അവസ്ഥ നമുക്കിപ്പോ ഇന്ത്യനിൽ നമ്മൾ കണ്ടതാണ്. അത് നന്നായിട്ട് നമുക്ക് മനസ്സിലായതാണ്. അത് ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ടാകുന്ന സാധനം. അല്ലെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിരിക്കണം അതിന്റെ വർക്ക്, അല്ലെങ്കിൽ നന്നായിട്ട് പാളുന്നുള്ളത് ഇന്ത്യനിൽ തന്നെ കണ്ടതാണ്. അതെ, ഡി-ഏജിങ് പരിപാടി നന്നായിട്ടുണ്ട്, നല്ല പണ്ണല. എന്തായാലും ഒരു ട്രോൾ വീഡിയോ ഉണ്ട്, നമുക്കൊന്ന് കാണാം. அதுதான் நம்ம பாட்ட எப்படி இருந்தா நெருப்பு மாதிரி இருந்தா
அதெல்லாம் சொல்லக்கூடாது, அதெல்லாம் சொல்லக்கூடாது. ஏன் சொல்றடி? அதெல்லாம் நீ சொல்லக்கூடாது. வா, வா. டேய், இவன் வேற என்னை ரொம்ப டார்ச்சர் பண்றான்டா. ഗുഡ് ബാഡ് അഗ്ലിയുടെ പോസ്റ്ററാണത്. 5:30 നാളെ വന്ന് 6 മണിക്ക് തോന്നുന്നു. தம்பி சும்மா தக 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 தகன்னு மின்றீங்க. பேயில போமா இல்ல, நீ ஒரு ஆர்டிஸ்ட் நீ காமிச்சிட்ட எனக்கு. காமிச்சிட்டா பழைய யுவன் பழைய யுவன் பழைய யுவன். എറാണല്ലേ നോട്ട് ഫൗണ്ട്. மீனாட்சி என்ன அழகா இருக்க. பாவாடதாவணியில பார்த்தா பரபரப்பா இருக்க. மாடர்ன் ட்ரெஸ்ல பார்த்தா ஒரு மார்க்க. உன்னை பார்த்தாவே என் மனசை கட்டுப்படுத்த முடியலையே. DAG ആ താടി ആ മീശ അങ്ങനത്തല്ലേ எப்படி എവിടെ തളപതി ഫാൻസ്. இவைகள மாதிரி ஒரு காமெடி போயிட்டு உலக வரலாற்றுல கிடையாது. எதுக்காக ஏன் இப்படி செஞ்ச? என்ன சொல்ல வர? അയ്യോ, காலங்காத்தால உனக்கு குறவழி வரைக்கும் சோத்த போட்டு வண்டியில ஏத்திட்டு வந்ததுக்கு உன்னால என்ன பண்ண முடியுமோ அதை பண்ணிட்டேன். முந்தியெல்லாம் ஒரு ஜோக்க சொல்லி எல்லாரும் சிரிங்க சிரிங்கன்னு சிரிக்க வைப்பேன். இப்ப ஊரே என்ன பார்த்து சிரிக்கும் போது நாளத்துல இதெல்லாம் நடக்குமா? நினைச்சனே நடந்துருச்சு. இது விட பெசலைட் ஒண்ணு இருக்கு. கூவுடா. நல்ல ஆக்சிடென்ட் ஒரு போஸ் கொடுங்க. நல்லா இல்ல. நல்ல வித்தியாசமா கொடுங்க. எனக்கு வருத்தம்ப்பா, எனக்கு ரொம்ப வருத்தம். இத்தனை நாள் என் கூட பழகிட்டு இப்படி பண்றீங்க. நாம் யாருக்கு என்ன தீங்கு செய்தோம்? நமக்கு மட்டும் ஏன் இப்படி எல்லாம் நடக்கிறது? அந்த சொக்கநாதரின் திருவிளையாடலை நம்மிடம் தான் காட்ட வேண்டுமா? Subscribe boo. சரிங்க. അമ്പോ എന്താ പറയണേ അവസ്ഥ. ശരിക്കും ദളപതി ഫാൻസിന്റെ അവസ്ഥ അത് തന്നെയായിരുന്നു കേട്ടോ. ഒരു ഞെട്ടലായിരുന്നു. എന്താ ഇതെന്ന് സത്യത്തില് അതെ, എന്ത് കോലായിരുന്നല്ലോ അത്. ഇന്നലെ ഞാൻ അപ്പഴേ പറഞ്ഞില്ല, ആ ഒരു നമ്മുടെ പ്രമോ സോങ് വന്ന അതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നപ്പം ആ ഫോട്ടോ കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇത് എന്ത് ലുക്കാണെന്ന്. ഒരുമാതിരി ഊള ലുക്കാന്നുള്ള കാര്യം അപ്പൊ തന്നെ ഞാൻ പറഞ്ഞത്. അത് അതേപോലെ തന്നെ ആയി സോങ് വന്നപ്പോ കണ്ടപ്പോ സന്തോഷമായി. എന്താ ലിയോ എന്ന സിനിമക്ക് ശേഷമാണല്ലോ ഈ സിനിമ വരുന്നത് നല്ലോമ്പോഴാണ്. അതിനിപ്പം ഇന്നലെ അങ്ങനത്തെ ഒരു കമന്റ് ഞാൻ കണ്ടു. അതായത് മറ്റേ കത്തിക്ക് ശേഷം പുലി വന്നു. ഓർമ്മയുണ്ട്, കത്തി റിലീസ് ആയതിനു ശേഷമാണ് പുലി വരുന്നതെന്ന്. പുലി എന്തായിരുന്നു അവസ്ഥ എന്ന് നമുക്കറിയാലോ. ഇപ്പൊ ലിയോയ്ക്ക് ശേഷം ഗോട്ട് വരുന്നു. അതായത് ഇത് കാണുമ്പോ ഇതൊക്കെ പറയുന്നത് വിജയ് ഫാൻസ് തന്നെയാണ്. അവരുടെ മാനസികാവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം അത്രയും പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് കിട്ടുന്നത് ഈ കോലുള്ള സാധനം. ഒന്നാമതേ ഇവരുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതലേ ഇറങ്ങുന്ന സമയത്ത് മുതലേ എല്ലാം മോശം. അതുകൊണ്ട് തന്നെ അതിനോടുള്ള പ്രതീക്ഷ എല്ലാവർക്കും കുറഞ്ഞു പോയായിരുന്നു. ആ ഗ്ലിംസ് വന്നപ്പം നേരെ ഡബിൾ ആയിരുന്നു. സത്യം, അത് സൂപ്പറായിരുന്നു. മാരകമായിട്ട് ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മേക്കിംഗ് ആണത്. പിന്നെ ഇതാണ് അവസ്ഥ വന്നതൊക്കെ. മേ ബി അത് എന്തെന്നറിയോ, എന്തുകൊണ്ടറിയാം, ഗ്ലിംസ് അത് നന്നായി വന്നു. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് പോയി എന്നുള്ള തോന്നലുണ്ടല്ലോ. അപ്പോൾ ഗ്ലിംസിലേക്ക് വീണ്ടും ചിന്തിക്കുകയാണ്, എന്ത് നല്ലത് മാത്രം എടുത്തേ, ട്രോള് കിട്ടാത്തത് മാത്രം എടുത്ത് ഗ്ലിംസ് വീഡിയോ ആക്കി പുറത്തു വിട്ടു. അങ്ങനെയാണോ എന്നുള്ളൊരു പേടിയുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് ഉള്ളിലുള്ളൊരു പേടി. അതായത് ഈ ഒരു ക്യാരക്ടർ എന്തായാലും കുറച്ച് അധികം തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ബാധിക്കാനും ചാൻസ് ഉണ്ട് സിനിമേനെ. അത് ഉറപ്പാ. എന്തായാലും വിഷമത്തോടെ പോവാണ്. എന്തായാലും പോട്ടെ. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ. ബൈ.